വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം വർഗീയതയോടുള്ള നിലപാട് മാറ്റിയോ? ഈ ചോദ്യം ധാരാളം പേർ ചോദിക്കുന്നുണ്ട്. അതിന് കാരണമായ ചില സംഭവങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സീനിയർ സർക്കാർ അഭിഭാഷകനായി RSSകാരനെ നിയമിച്ചതും ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് തൻ്റെ ഓഫീസിൽ മുഖം കൊടുത്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചാണ് സതീശനെ സംശയത്തിലാക്കുന്ന ചോദ്യങ്ങൾ വരുന്നത്. ഇവയുടെ മെറിറ്റ് നമുക്ക് പരിശോധിക്കാം. ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്താണ് ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി വരുമെന്ന വാർത്ത ഞങ്ങളുടെ റിപ്പോർട്ടർ സിജോ വി ജോൺ ബ്രേക്ക് ചെയ്യുന്നത്. ഒരുപക്ഷെ എഡിറ്റേഴ്സ് ടേക്ക് പ്രേക്ഷകരിലെത്തുമ്പോഴേക്ക് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. വളരെ നല്ല കാര്യം. ആലപ്പുഴയിൽ നവകേരള സദസ്സിന് നേർക്ക് കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരായ അന്വേഷണത്തിൽ കൈകടത്തി കേസ് ഡയറി തിരുത്തിയതിനാണ് നടപടി. മർദ്ദനമേറ്റവരിൽ ഒരാളായ AD തോമസ് ഇപ്പോൾ ആലപ്പുഴ MLA ആണ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ ശേഷം സംഭവത്തിൽ അന്വേഷണം നടത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് മുൻ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അന്വേഷണത്തിലെ അട്ടിമറി പുറത്തു കൊണ്ടുവന്നത്. അതായത് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഈ കേസിലാണ്. പക്ഷേ നടപടി വരുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലീസിൽ നടന്ന കാവ്യവത്കരണമെന്ന ആരോപണത്തിൻ്റെ മുഖമായി നിന്ന ഉദ്യോഗസ്ഥന് എതിരെയാണ്. അജിത് കുമാർ RSS നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയത് തന്നെ ഏറ്റവും വലിയ ആരോപണം. അക്കാര്യം പുറത്തു കൊണ്ടുവന്നതോ ഇന്നത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആ നിലയ്ക്ക് അജിത് കുമാറിനെതിരായ നടപടി പോലീസിലെ RSS ലോബിക്കെതിരായ നടപടിയാണ്. SIT റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തിയിട്ട് കുറേ ദിവസമായപ്പോൾ UDF സർക്കാരും അജിത് കുമാറിനെ രക്ഷിച്ചെടുക്കുകയാണോ എന്ന സംശയം വ്യാപകമായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണിശമായ നിലപാടെടുത്തു എന്ന് കാണാം. അതേസമയം ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ദിവസം വന്ന മറ്റൊരു റിപ്പോർട്ട് ഈ നിലപാടിൻ്റെ രാഷ്ട്രീയ മൂർച്ച കുറയ്ക്കുന്നതാണ്. ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെൻറ് പ്ലീഡറായി ഒരു RSSകാരനെ നിയമിച്ചു. തൃശ്ശൂരിൽ നിന്നുള്ള ശരത് DS. ഇയാൾ കോളേജിൽ പഠിക്കുമ്പോൾ ABVP നേതാവായിരുന്നു. RSSകാർ പ്രതികളായ കൊലക്കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലാണ്. ഇദ്ദേഹത്തെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പാണ്. മുഖ്യമന്ത്രി അറിഞ്ഞാണോ അല്ലാതെയാണോ ഈ നിയമനമെന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സർക്കാർ പദവികളിലെ നിയമനങ്ങളിൽ പലവിധ അബദ്ധങ്ങളും സംഭവിക്കുന്നുണ്ട്. ദേവസ്വം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് പിൻവലിക്കേണ്ടി വന്നത് ആദ്യത്തെ ഉദാഹരണമായിരുന്നല്ലോ. ഒരിക്കൽ പിഴച്ചാൽ ആ പിഴവ് ആവർത്തിക്കാതിരിക്കാൻ മാർഗമുണ്ടാക്കണം. ഈ സർക്കാരിൻ്റെ കേസ് വാദിക്കാൻ എന്തിനാണ് RSSകാരൻ? ഈ ചോദ്യത്തിന് മറുപടി നൽകാതെ വി ഡി സതീശന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു വശത്ത് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുക, മറ്റൊരു വശത്ത് RSSകാരനെ സർക്കാർ അഭിഭാഷകനാക്കുക. ഈ രണ്ട് തീരുമാനങ്ങളും ഒത്തുപോകുന്നതല്ല. വർഗീയതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ഒരാളും പ്രതീക്ഷിക്കുന്നതല്ല ഇത്. അതേസമയം മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ ഇടപെടേണ്ട ഒരു വിഷയം ആഭ്യന്തര വകുപ്പിലുണ്ട്. നടി അൻസിബ ഹസൻ നൽകിയ മൂന്നാമത്തെ പരാതിയിൽ പോലീസ് എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? ഈ വിഷയം അദ്ദേഹം അന്വേഷിക്കണം. ആരാണ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന് ഒരു സ്ത്രീ നൽകിയ പരാതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് ഇടുന്നത് പോലും തടയുന്നത്? അൻസിബ ഹസനെ ജിഹാദി എന്ന് വിളിച്ചതുമായി ബന്ധപ്പെട്ട കേസിലും അവരെ പോലീസ് സ്റ്റേഷനിലിരുത്തി 8 മണിക്കൂറോളം ബുദ്ധിമുട്ടിച്ച കേസിലും ഹൈക്കോടതിയെ സമീപിച്ച് അവിടുന്ന് ഉത്തരവ് വന്ന ശേഷമാണ് FIR ഇട്ടത്. അമ്മ സംഘടനയിൽ അവർ നേരിട്ട അനീതിക്ക് ഈ സമൂഹം പല തരത്തിലുള്ള അർത്ഥങ്ങൾ കാണുന്നുണ്ട്. അതിലൊന്ന് അമ്മയിൽ സംഖ്യവൽക്കരണം നടപ്പാക്കാനുള്ള ശ്രമമാണ്. അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പരാതികളെ പോലീസ് തമാശയായും മാനനഷ്ട കേസായും മറ്റും കാണുന്നത് ഭൂഷണമാണോ? വർഗീയതയോട് സന്ധിയില്ലെന്ന് പറയുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായ സർക്കാരിന് കീഴിലെ പോലീസിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല.
ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ പറഞ്ഞത് ഏത് വിധമാണ് വളച്ചൊടിക്കപ്പെട്ടതെന്ന് മീഡിയ വണ്ണിന് അൻസിബ നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാണ്. എനിക്ക് ആഭ്യന്തരമന്ത്രിയെ എനിക്ക് പരിചയമൊന്നുമില്ല, എൻ്റെ കയ്യിൽ നമ്പരും ഇല്ല. ഞാൻ ഒരുപാട് ശ്രമപ്പെട്ടിട്ടാണ് എനിക്ക് ആ നമ്പർ കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആ നമ്പറിൽ ഒരുപാട് വട്ടം വിളിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഫോൺ ഒന്ന് കണക്റ്റായിട്ട് കിട്ടിയത്. അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചത്. ഞാനന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. എന്നെപ്പറ്റി ഇത്രയും മോശമായിട്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതൊരു ട്രെയിലർ പോലെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ ഭാഗം 1, 2 എന്നൊക്കെ പറഞ്ഞിടാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അപമാനമാണ് ഉണ്ടാവാൻ പോണത് സമൂഹത്തിൽ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല സാർ, അത് തടയണം എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, എന്നോട് ചോദിച്ചത് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ ഇതേ പരാതി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ട്രെയിലറാണ് ഇറങ്ങിയിരിക്കുന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗം 1 ഇറങ്ങും, ഭാഗം 2 ഇറങ്ങും, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ചെയ്യണത്. ട്രെയിലറിൽ തന്നെ ഭയങ്കര മോശമായിട്ടാണ് എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പോൾ പോലീസുകാരിടപെട്ടിട്ട് അത് ഭാഗം 1, 2 ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യരുത്. അപ്ലോഡ് ചെയ്യാതിരിക്കാനും അവർ ഓൾറെഡി ഒരു ട്രെയിലർ ഇറക്കിയതിനെതിരെയുള്ള പരാതിയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അത് ചെയ്യിപ്പിക്കരുതെന്നാണ് ഞാൻ പോലീസുകാരോട് പറഞ്ഞത്. പക്ഷേ അവിടെ നിന്നും എനിക്കൊരു നീതിയും കിട്ടിയില്ല. ഇതേ കാര്യം തന്നെയാണ് ഞാൻ രമേശ് ചെന്നിത്തല സാറിൻ്റെ അടുത്തും ഞാൻ പറഞ്ഞത്, റിക്വസ്റ്റ് ചെയ്തത്. അദ്ദേഹം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ 5 മിനിറ്റിന് ശേഷമാണ് പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് SHO എന്നെ വിളിച്ചിട്ട് പ്രിലിമിനറി എൻക്വയറി നടത്താമെന്ന് പറഞ്ഞത്. ഞാൻ കൊടുത്ത പരാതിയുടെ ഒരു അക്നോളജ്മെൻറ്റ് മാത്രമാണ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3ാമത്തെ പരാതി ഇതാണ്. ഈ പരാതിന്മേലാണ് രമേശ് ചെന്നിത്തല സാർ ഇപ്പോൾ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കമ്മീഷണറോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കമ്മീഷണർ FIR ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെ ഒരു FIR ഇട്ടിട്ടില്ല സാർ, അങ്ങനെ ഒരു FIR ഇട്ടിട്ടേ ഇല്ല. ആ പരാതിയുമായി ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ ഇപ്പോഴും നിൽക്കുകയാണ്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടി, ആ പരാതി എടുക്കാൻ പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ പൊക്കോളൂ എന്ന്. മറ്റൊരു സംഗതി കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഹിന്ദു ഐക്യവേദി നേതാക്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് നിവേദനം നൽകിയതാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സതീശനെ നേരിട്ട് ആക്രമിച്ചയാളാണ് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു ഒരു ഫേക്ക് ആണെന്നാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത്. യാതൊരുവിധ വിശ്വാസ്യതയുമില്ലാത്ത വ്യാജൻ. പറവൂരിൽ സതീശനെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാൾ. ആ ബാബുവും സമൂഹത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ വർഗീയ വിഷം വമിപ്പിക്കുന്ന KP ശശികലയും പിന്നെ ഏതാനും പേരുമാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്ക് അപ്പോയിൻമെന്റ് നിഷേധിച്ച മുഖ്യമന്ത്രി ഇവർക്ക് മുഖം കൊടുത്തതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ഇതാണ് ചോദ്യം. സുകുമാരൻ നായരും VD സതീശനും തമ്മിലുള്ള സമവാക്യം നമുക്കറിയാം. അതിനാൽ അത് മാറ്റി നിർത്താം. അങ്ങനെ നോക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തൊട്ട് RV ബാബുവും ശശികലയും വരെയുള്ളവർക്ക് മുഖ്യമന്ത്രി അപ്പോയിൻമെന്റ് നൽകിയത് ആ സ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതാം. നമുക്ക് കൂടുതൽ ഗൗരവമുള്ള വിഷയത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളാണോ ഒരു സർക്കാരിൻ്റെ വർഗീയതയോടുള്ള സമീപനം തീരുമാനിക്കുന്നത്? കൂടുതൽ പ്രധാനം ഭരണ സംവിധാനം വർഗീയ ശക്തികളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുക എന്നതാണ്. അത് സതീശൻ സർക്കാർ എത്രത്തോളം ഉറപ്പുവരുത്തും എന്നതാണ് പ്രധാന ചോദ്യം. ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന പോലീസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, സാംസ്കാരിക മേഖലകളിലാണ് ഇത് സൂക്ഷ്മമായി ഉറപ്പുവരുത്തേണ്ടത്. വ്യാപകമായ ഇസ്ലാമോഫോബിക് ആശയങ്ങളാലും പ്രചാരണങ്ങളാലും സങ്കീർണമാണ് നമ്മുടെ സമൂഹം. നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ പോലും എപ്പോഴെങ്കിലും ഇസ്ലാമോഫോബിയ ഒരു അന്തർധാരയായി കടന്നു വരുന്നത് കാണാം. ഇരട്ട അർത്ഥങ്ങളിലുള്ള പ്രയോഗങ്ങൾ, ചാപ്പകുത്തലുകൾ, കളിയാക്കലുകൾ ഇതെല്ലാം മുസ്ലിങ്ങളായ ഓരോരുത്തർക്കും എപ്പോഴെങ്കിലുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നടി അൻസിബ ഹസനും കൈരളിയിലെ മാധ്യമപ്രവർത്തകൻ ഷാജഹാനും നേർക്കുണ്ടായത് ഒരേ മനോഭാവത്തിൻ്റെ 2 വശങ്ങളാണെന്ന് മനസ്സിലാക്കണം. അൻസിബയുടെ കാര്യത്തിൽ ടിനി ടോം അവരെ ജിഹാദി എന്നും വർഗീയവാദി എന്നും വിളിക്കുന്നു. ഷാജഹാൻ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യം ചോദിച്ചപ്പോൾ G സുധാകരൻ അയാളെ തീവ്രവാദിയാക്കുന്നു. ഇത് അനുദിനം സമൂഹം ഇസ്ലാമോഫോബിക് ആവുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. അതിനാൽ ഇസ്ലാമോഫോബിയയ്ക്കെതിരെ ജാഗ്രത എന്ന പ്രാഥമിക പാഠം ഈ സർക്കാർ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതാണ് പ്രധാനം. മുഖ്യമന്ത്രി ആരെ കണ്ടാലും ഇല്ലെങ്കിലും ഈ വിഷയത്തോട് ജാഗ്രത പുലർത്തുക എന്നതാണ് വർഗീയതയ്ക്കെതിരായ നിലപാടിൻ്റെ കാതലായ വശം. ഇതുവരെ സംഭവിച്ച ഒന്നുകൊണ്ടും മുഖ്യമന്ത്രി VD സതീശൻ വർഗീയതയോട് സന്ധി ചെയ്തുവെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പക്ഷേ അത് പരിശോധിക്കപ്പെടാനുള്ള അവസരങ്ങൾക്ക് കേരളത്തിൽ ഒട്ടും ക്ഷാമമുണ്ടാകില്ല. ഒരു മുഖ്യമന്ത്രിയുടെ പാതി മനസ്സുകൊണ്ട് ആ പരീക്ഷയിൽ വിജയിക്കാനാവില്ല.
വള്ളിക്കെട്ടിൽ കയറി പിടിക്കാതെ അങ്ങനെ അങ്ങ് പോയാൽ മതിയെന്ന നിലപാടെടുത്ത് നിന്നാൽ അതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി കോംപ്രമൈസ്ഡ് ആണെന്ന് പറയേണ്ടി വരും. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പറഞ്ഞ ആ വാചകം വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പ്രവർത്തിച്ചേ മതിയാകും. അത് ഇതായിരുന്നല്ലോ, വി.ഡി. സതീശനും പിണറായി വിജയനും കടന്നുപോയാലും കേരളം നിലനിൽക്കണം. അതിനാൽ എന്ത് വില കൊടുത്തും വർഗീയതയെ ചെറുക്കും. CM പറഞ്ഞത് നടപ്പാക്കും കേരളത്തിൻ്റെ ഭാവിക്കായി.